ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. വീണ്ടും നമ്മൾ അതേ ഗെയിം പ്ലേ, അതേ സ്റ്റൈൽ. ഈ പ്രാവശ്യം ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ഞാൻ കളിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് ഇവനെ എടുക്കാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് സേഫായിട്ടുള്ള സ്ഥലത്തോട്ട് മാറാം. മാക്സിമം നമ്മൾ ആൾക്കാരില്ലാത്ത സ്ഥലത്തോട്ട് മാറുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഒത്തിരി ഡാമേജ് ഒന്നും അടിക്കത്തില്ല. പിന്നെ ഈ ഗോൾഡ് കളറുള്ള ഈ ആളുടെ അടുത്തോട്ട് പോകാതിരിക്കുക. നമുക്ക് ഫസ്റ്റ് വെപ്പൺ കിട്ടി. സെക്കൻഡ് വൺ, ഇവന് ബോയ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതിൽ ഇതാണ്, പലർക്കും പല വെപ്പൺസാണ് ഇപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരാളുണ്ട്. Oh my god, നമ്മളിപ്പോൾ ചാവും. ഓ ഷിറ്റ്, നമ്മൾ കത്തിരിക്കുന്നു. നമ്മളെ ഡിഫീറ്റ് ചെയ്തിരിക്കുന്നു. 3 ട്രോഫി നമ്മളായിരുന്നു മൈനസ് ആയി പോയിരിക്കുന്നു. ഒരു ടൂൾ ബോക്സ് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ബുക്കിനെ എടുക്കാം. ചിലവരുടെയൊക്കെ ഒരക്ഷരം മാത്രം മാറ്റിയിട്ടൊക്കെ പേര്, അതുകൊണ്ട് ഞാൻ പേര് വായിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പോകും. അതുകൊണ്ടൊന്ന് ക്ഷമിക്കണം, ഞാൻ പേര് വായിക്കത്തില്ല. നമ്മളിപ്പോൾ ഇതാണ് ഈ ഇമോട്ട് ഇടുന്നത്. പേര് വന്നിട്ടുണ്ട്. 35 പേര് ആയാലേ ചിലപ്പോൾ കളി തുടങ്ങത്തുള്ളൂ. ഓക്കെ, കളി തുടങ്ങും. ഒരാളൂടെ വന്നാൽ മതി. ഓക്കെ, 35 പേരായിട്ടുണ്ട്. ഇവനിങ്ങനെ റണ്ണിങ് സ്പെഷ്യലിറ്റിയാണ്. ബാക്കിയുള്ളവരുടെ ഞാൻ പതിയെ പറഞ്ഞുതരാം. നിങ്ങൾ വീഡിയോ ഫുള്ള് മാക്സിമം കാണുക. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ ഒത്തിരി സപ്പോർട്ടൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഈ വീഡിയോ പക്ഷേ നിങ്ങൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഇങ്ങനെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കിപ്പോൾ റീച്ചൊന്നും കിട്ടുന്നില്ല. നിങ്ങളാരും എൻ്റെ സൗണ്ട് നോക്കല്ലോ കേട്ടോ. എൻ്റെ സൗണ്ട് ഒരു സുമാതിരി സൗണ്ടാണ്. എൻ്റെ സൗണ്ട് എനിക്ക് പോലും ഇഷ്ടമല്ല. എനിക്ക് ഇത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും സംസാരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടൊന്ന് ക്ഷമിക്കണേ. നമ്മളിപ്പോൾ പിന്നെ നമ്മളെ കൊന്നു. നമ്മളിപ്പോൾ 11ാമത്തെ സ്ഥാനം, 10 ട്രോഫി. ചെസ്റ്റ് ഒന്നും കിട്ടിയില്ല. നമുക്കപ്പോൾ അടുത്ത ആളെടുക്കാം. ഫസ്റ്റ് വെപ്പൺ, സെക്കൻഡ് വെപ്പൺ. ഇവന് പോയുണ്ട്. ഇവന് മറ്റേ എൻ്റെ പേരെനിക്കറിയത്തില്ല. മറ്റേ അത് എറിയുന്ന സാധനം, അവന് ഇവനില്ല. എനിക്ക് എൻ്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇവൻ്റെ സ്പെഷ്യൽ എബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇതിനകത്തോട്ട് ആരെങ്കിലും വന്ന് നിന്ന് കഴിഞ്ഞാൽ അവർ സ്റ്റക്കാവും.
അവർക്ക് അനങ്ങാൻ പറ്റത്തില്ല. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. എങ്കിലേ എനിക്ക് നന്നായിട്ടൊക്കെ ഒന്ന് കളിക്കാനും ഒക്കെ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒരാൾ വരുന്നുണ്ട്. ഓ മൈ ഗോഡ്. നമ്മൾ മാക്സിമം നമ്മുടെ ഈ ട്രോഫി ഇവിടെ പ്ലസ് ആവുന്ന മാക്സിമം നമ്മൾ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഫൈറ്റിന് ഇറങ്ങാവൂ. ആകുമ്പോൾ നമുക്ക് ട്രോഫി അധികം മൈനസ് ആകത്തില്ല. പിന്നെ ഇപ്പോൾ നമുക്ക് 14 ട്രോഫി പ്ലസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത ആളെ എടുക്കാം. നമ്മളിപ്പോൾ ഈ ലിസാർഡാണ്. എൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല. ഈ ഇമോട്ട് ഇടുന്നുണ്ട്. ഇവൻ്റെ സ്പെഷ്യൽ എബിലിറ്റി സാധനങ്ങൾ ഇങ്ങനെ എടുക്കുകയും ചെയ്യും, ഇൻവിസിബിൾ ആവാനും പറ്റും. ഇങ്ങനെ ഇവന് അത്യാവശ്യം സ്പീഡും ഉണ്ട്. അവനെ അങ്ങനെ മണ്ടനാക്കി കളഞ്ഞിട്ടുണ്ട്. ആരോ അറ്റാക്ക് ചെയ്തുകൊണ്ട് നൈസിനങ്ങ് പോവാം. നമ്മളിപ്പോൾ ഞാനോടൊരു ബാരൽ പോലെ ആയില്ലേ, നമ്മളതായി കഴിഞ്ഞാൽ ആർക്ക് നമ്മളെ കാണാൻ പറ്റത്തില്ല. അത് ഒരു മനുഷ്യനെ നമ്മളൊരു ക്യാരക്ടറാണ് അറിയാതെ ആർക്കും അതെടുക്കാൻ പറ്റത്തില്ല. പിന്നെയും ഒരു കളിയിലും ഇപ്പോൾ ഫസ്റ്റ് അടിക്കാൻ പറ്റുന്നില്ല. സാധാരണ ഞാൻ ഈ റെക്കോർഡൊന്നും ചെയ്യാത്തപ്പോൾ ഫസ്റ്റൊക്കെ അടിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ 0 ട്രോഫിയാണ്. 14ാമത്തെ സ്ഥലം. ഇതെനിക്ക് ഇന്ന് രാവിലെ കിട്ടിയ ആളാണ്. കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഇവനില്ലായിരുന്നു. നമ്മളിപ്പോൾ ഇവനെ കൊന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഒക്കെ കിട്ടും. ഓ ഓ ചാവലി 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 ചാവലി. ഓ നോ.
ഇവന് വലിയ ലെവലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. അപ്പോൾ അത് 0 തന്നെ. ഇനി നമ്മുടെ ഫസ്റ്റ് കിട്ടുന്ന ചിലവരെ നമുക്ക് ഇവരെ 3 പേരെ നമുക്ക് ഫസ്റ്റ് ഈ ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഇവരെ 3 ഏതെങ്കിലും ഒരാളെ എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം അതുപോലെ കിട്ടിയതാണ് എനിക്കിവനെ. ഈ കളിയിൽ ഒത്തിരി ആൾക്കാരുണ്ടെന്ന്. ഈ കളിയിൽ 45 പേരാണ് ഉള്ളത്. അതുകൊണ്ട് ആൾക്കാർ കൂടുന്നതനുസരിച്ച് നമുക്ക് ട്രോഫിയുടെ എമൗണ്ട് കൂടും. ഇവൻ്റെ സ്പെഷ്യൽ പവർ റണ്ണിങ് ആണ്. നല്ലൊരു ബോ കിട്ടി. ഈ കളിയിൽ ഞാൻ അധികം മിണ്ടുന്നില്ല. അത് എൻ്റെ ഒരു കുറ്റമല്ല, സോറി. ഞാൻ നേരത്തെ പറഞ്ഞ് ഞാൻ ഇപ്പോഴും പറയുന്നു, എൻ്റെ വോയിസ് നോക്കല്ലേ. എൻ്റെ വോയിസ് മതിയാണ്. കഴിഞ്ഞ കളി വോയിസ് ഓവർ ചെയ്തത് എൻ്റെ ചേച്ചിയാണ്. കളി നമ്മൾ പിന്നെ 5ാമതായി. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങൾ കുറേ പേർക്കൊക്കെ ഈ ഷെയറൊക്കെ ചെയ്യണം കേട്ടോ. എന്നാലേ അങ്ങ് റീച്ചൊക്കെ കൊടുത്തുള്ളൂ. എന്നാലേ പിന്നെ ഞങ്ങൾക്ക് ഫേസ് ക്യാമൊക്കെ വെച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ആൾക്കാരെ കൂട്ടാം. ഇനി നമ്മുടെ കയ്യിലുള്ള സ്കിപ്പി, അതായത് ഞാൻ ബണ്ണി എന്ന് വിളിക്കും, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടറാണ്. ഇവന് സ്പെഷ്യൽ പവർ ചാടാൻ പറ്റും, അത്രേ ഉള്ളൂ. ഓ, നമ്മൾ തീക്കനൽ വീണ് ചത്തിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഞാൻ തീക്കനൽ വീണൊക്കെ ചാകുന്നത്. ആ ബോ എടുത്തോണ്ടിരുന്നപ്പോൾ അതിനിടയ്ക്ക് കൂടെ കയറി തീക്കനൽ വന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ വോയിസ് ഓവർ ഒരിക്കലും നോക്കല്ലേ. എൻ്റെ വോയിസ് ഒരുമാതിരിയാണ്. നിങ്ങൾ കേൾക്കുന്ന പോലെ അല്ലേ ഒരിക്കലും എൻ്റെ വോയിസ്. നിങ്ങൾ ശരിക്കുള്ള വോയിസ് ഇതുകൂടെ കേട്ട് കഴിഞ്ഞാൽ ചിരിക്കും ശരിക്കും പറയാൻ. അതുകൊണ്ട് നിങ്ങൾ ഈ വോയിസ് നോക്കാതെ നിങ്ങൾ വീഡിയോ കണ്ടിന്യൂ ചെയ്തോളാം. അതുകൊണ്ട് എനിക്കൊരു ഇതുമില്ല, എൻ്റെ വോയിസ് അങ്ങനെ ഒരിക്കലും പറയത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കെ.